ആദവും ഹൗവയും ദൈവത്തിൻ്റെ സഹായം കൂടാതെ ജീവിക്കുവാൻ പഠിക്കണമായിരുന്നു. അവർ വിത്തുമുളപ്പിച്ച് ധാന്യങ്ങളും ചെടികളിൽ നിന്ന് പഴങ്ങളും ഉണ്ടാക്കി. ചൂടിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണം നേടുവാനായി അവർ ഒരു വീട് നിർമ്മിച്ചു. അപ്പോൾ ഹൗവയ്ക്കൊരാൺകുട്ടി ഉണ്ടായി. അവർ അവനെ കായൻ എന്ന് വിളിച്ചു. പിന്നീട് ഹൗവയ്ക്ക് മറ്റൊരു മകൻ കൂടി പിറന്നു. അവൾ അവന് ആബേൽ എന്ന് പേരിട്ടു. അവൻ ശക്തനായി വളർന്നു. എന്നാൽ കൃഷിയിൽ ഏർപ്പെടുന്നതിന് പകരം അവനൊരു ആട്ടിടയനായി തീർന്നു. എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം, കായേൻ, ഈ ഭക്ഷണമെല്ലാം കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? കുറച്ച് അത്താഴത്തിനും കുറച്ച് ദൈവത്തിനും. അത് നല്ലൊരു ഉപായമാണല്ലോ. അത് തന്നെയാണ് ദൈവം നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതും. ആബേൽ, നീ പുതിയൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, ഈ ആട്ടിൻകുട്ടിയെ ഞാൻ ദൈവത്തിന് കാഴ്ചയർപ്പിക്കാൻ പോവുകയാണ്. എനിക്കറിയാം ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്ന്. കാരണം നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയാണിത്. നിനക്കറിയോ, നമുക്ക് നല്ല 2 ആൺകുട്ടികളാണുള്ളത്. അവരുടെ അധ്വാനത്തിന്റെ ഏറ്റവും നല്ല ഫലങ്ങൾ അവർ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഇത് തീർച്ചയായും ദൈവത്തെ പ്രസാദിപ്പിക്കും. അവരിപ്പോൾ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നന്നായി തീരും. ദൈവത്തിന് എന്തിനാണ് ഏറ്റവും മുന്തിയ ഫലങ്ങളും പച്ചക്കറികളും? കുറച്ച് മാറ്റിവെച്ചാൽ ദൈവം പരിഭവിക്കുമൊന്നുമില്ല. കഷ്ടപ്പെട്ടിട്ടാണ് വിളവെടുക്കുന്നത്. അത്താഴത്തിന് ഈ ആട്ടിൻകുട്ടിയാണോ ഇന്ന് നമുക്ക്? ഇല്ല കായൻ, ഞാനിത് ദൈവത്തിന് വേണ്ടി തയ്യാറാക്കുകയാണ്. ഇത് എന്റെ ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയാണ്. നീ എന്തിനാണ് എന്നെ അനുകരിക്കുന്നത്? എന്റെ വിളവിലെ ഏറ്റവും മുന്തിയത് ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നിന്റെ കാഴ്ച അർപ്പണം മറ്റൊരു സമയത്തേക്ക് മാറ്റിക്കൂടെ? ഈ കാഴ്ച സമർപ്പണത്തിന്റെ ഫലം എനിക്ക് ലഭിക്കട്ടെ. എനിക്കത് കഴിയില്ല കായൻ. ഈ കാഴ്ച സമർപ്പണം ഇപ്പോൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് മോശമായി പോകും. ഈ 2 കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിക്കും. അതുകൊണ്ട് നമുക്ക് 2ഉം കാഴ്ചവെക്കാം. എന്നാൽ ശരി, പക്ഷെ എനിക്ക് തോന്നുന്നത് ദൈവം എന്റെ കാഴ്ചവസ്തുക്കളിലായിരിക്കും കൂടുതൽ പ്രസാദിക്കുക എന്നാണ്. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ല കടിഞ്ഞൂൽ കുഞ്ഞിനെയും കായൻ തൻ്റെ വിളകളിൽ ഏറ്റവും നല്ലതിൽ ചിലതു മാത്രവും ദൈവത്തിന് സമർപ്പിച്ചു. ദൈവം ആബേലിന്റെ കാഴ്ചവസ്തുക്കൾ സ്വീകരിച്ചു. കായൻ, നീ എന്താണ് അരിശപ്പെട്ടിരിക്കുന്നത്? നീ എന്തിനാണ് നിലത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കുന്നത്? നീ നന്മ ചെയ്താൽ മാത്രമേ നീ സ്വീകാര്യനാവുകയുള്ളൂ. നീ തെറ്റു ചെയ്താൽ നിന്നെ നശിപ്പിക്കാനായി നിന്റെ പാപഭാരം കാത്തിരിക്കും. നിന്റെ ജീവിതത്തിൽ പാപത്തെ അതിജീവിക്കുവാൻ നീ അഭ്യസിക്കണം. പക്ഷേ കായന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൻ ഒരു തെറ്റ് ചെയ്യുവാൻ തുടങ്ങുകയായിരുന്നു. ആബേൽ, ആബേൽ, വരൂ. വയലിൽ നിനക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്താണ്? എന്തു പറ്റി? ഒന്നും മിണ്ടാതെ വരൂ. അമ്മയെ അപ്പനെ ഉണർത്തരുത്. ഞാൻ കാണിച്ചു തരാം. വരൂ. കായൻ, 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 എവിടെയാണ് നീ? കായൻ, കായൻ. കുന്നുമുകളിലിരുന്ന് ചെമ്മരിയാടുകളും ആട്ടിൻകൂട്ടവും മേയുന്നത് നോക്കിയിരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കുടുംബത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ കൃഷി ചെയ്യുക എന്നുള്ളത്. ഇതിനൽപ്പം കഠിനാധ്വാനം വേണം. നിന്റെ ആട്ടിൻകുട്ടിയേക്കാൾ മൂല്യം എന്റെ വിളകൾക്കാണ്. കായൻ, നീ എവിടെയാണ്?
അയ്യോ അയ്യോ, ഞാനിതെന്താണ് ചെയ്തത്? അയ്യോ, ആ! കായേൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? എനിക്കറിഞ്ഞുകൂടാ. എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? കായേൻ, നീ എന്താണ് ഈ ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്നും എന്നെ വിളിച്ചു കരയുന്നു. നീ ഇനി ശപിക്കപ്പെട്ടവനായിരിക്കും. ഈ ഭൂമി നിന്റെ സഹോദരന്റെ രക്തത്താൽ കുതിർന്നിരിക്കുന്നു. കൃഷി ചെയ്യുമ്പോൾ നിനക്കൊരിക്കലും ഈ മണ്ണ് ഫലം തരികയില്ല. ഒരു ഭവനം പോലുമില്ലാതെ നീ ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഓ, എനിക്ക് സഹിക്കാനാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ എന്റെ സ്ഥലത്ത് നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഒരിക്കലും ആശ്വാസമില്ലാതെ കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കായേൻ, ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഞാൻ നിന്റെ മേൽ ഒരടയാളം പതിക്കും. നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. കായേൻ ആദത്തെയും ഹവ്വയെയും വിട്ടുപോയി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നകന്നു. ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസമുറപ്പിച്ചു. അവൻ ഭാര്യയുമായി ചേർന്നു. അവർക്കൊരാൺകുട്ടി ജനിച്ചു. അവർ അവനെ ഹെനോക്ക് എന്ന് വിളിച്ചു. കായേൻ ഒരു നഗരം പണിതു. തൻ്റെ പുത്രനായ ഹെനോക്കിൻ്റെ പേര് അതിന് നൽകി. അതിനിടെ ആദത്തിനും ഹവ്വയ്ക്കും മറ്റൊരു പുത്രൻ ജനിച്ചു. അവർ അവനെ സേത്ത് എന്ന് വിളിച്ചു. കായേൻ കൊന്ന ആബേലിന് പകരം ദൈവം തന്നതാണ് ഈ കുട്ടി എന്നവർ പറഞ്ഞു. അക്കാലത്ത് കുറേ മനുഷ്യർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. ആദവും ഹവ്വയും വളരെ വർഷങ്ങളോളം ജീവിച്ചു. ബൈബിൾ പറയുന്നത് അവർക്ക് ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടികളിൽ കൂടി അവരുടെ കുടുംബങ്ങളും, അങ്ങനെ ഭൂമിയിലെ ജനസംഖ്യ പെട്ടെന്ന് വർദ്ധിച്ചു. ഈ കഥയാണ് നമ്മുടെ കഥ.